അസ്സാം വലൈക്കും, നമസ്കാരം. ഞാനിന്ന് എരുന്ത് മുളകിടുന്നത് കാണിച്ചു തരാം. എരുന്തിന് ചിപ്പി, കക്കയിറച്ചി എന്നൊക്കെ പല നാട്ടിൽ നിന്നും പല ഭാഷകളിൽ ആളുകൾ പറയാറുണ്ട്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: കുറച്ച് പച്ചമാങ്ങ, 3-4 പച്ചമുളക്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് കറിവേപ്പില, കുറച്ച് പുളി. ഇത്രയും മാത്രം മതി. മാങ്ങ ഇടുന്നത് കൊണ്ട് തക്കാളി ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ച് മുറിച്ച് വെച്ച ഇൻഗ്രീഡിയൻസ് ഒക്കെ ചട്ടിയിലേക്ക് ഇടുന്നുണ്ട്. അതിനുശേഷം ഒരു 4 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇടുന്നത്. 4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. അതിനുശേഷം ഒരു 1/4 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. മാങ്ങ ഇട്ടെന്ന് വിചാരിച്ചിട്ട് അധികം പുളിയൊന്നും കറിക്ക് ചിലപ്പോൾ ഉണ്ടാവാറില്ല. അപ്പോൾ കുറച്ച് പുളിവെള്ളം നിർബന്ധമായിട്ട് ഒഴിച്ചെടുക്കണം. അപ്പോൾ കറിക്ക് ടേസ്റ്റ് കൂടും. പിന്നെ കുറച്ച് കല്ലുപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക. ഞാൻ കല്ലുപ്പാണ് സ്ഥിരം ഇടാറ്. എന്നിട്ട് കയ്യിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ കൈ ഒന്ന് നനച്ചിട്ട് ആ വെള്ളം കൂടെ കറിയിലാക്കണം. കാരണം കയ്യിൽ ഉപ്പിൻ്റെയും പുളിൻ്റെയും ഒക്കെ അംശം ഉണ്ടാവും. ഇതൊക്കെ ഒരു പഴയ ടിപ്സിൽ പെട്ടതാണ്. എൻ്റെ വല്യമ്മച്ചി ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും ഇത് അറിയുന്നുണ്ടാവില്ല. എന്നിട്ട് കഴുകി വെച്ച് എരുന്ത് ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒന്ന് മൂടി വെക്കുക. മൂടി വെക്കുന്നത് തിളക്കാൻ വേണ്ടിയിട്ട്, വേവാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എരുന്തൊക്കെ വേവുന്നതിൻ്റെ മുന്നേ വേണം നമ്മൾ തൂമിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാൻ. തൂമിക്കുക എന്ന് പറഞ്ഞാൽ താളിക്കുക. ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് ചുവന്നുള്ളി മുറിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഉലുവയും കൂടെ ഇട്ടിട്ട് പൊട്ടിക്കുക. എന്നിട്ട് അത് കറിയിലേക്ക് തിളക്കുന്നതിൻ്റെ മുന്നേ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ തിളച്ച് എരുന്തൊക്കെ തുറന്ന് വരുമ്പം ഈ തൂമിച്ച ആ വെളിച്ചെണ്ണൻ്റെ ഒക്കെ ടേസ്റ്റ് അതിൻ്റെ ഉള്ളിലൊക്കെ പിടിച്ചോളും. അതിനുശേഷം വീണ്ടും മൂടി വെച്ചിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കണം. എരുന്ത് നല്ലോണം തിളച്ച് നല്ലോണം തുറന്ന് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഈ കറി. ഇത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. എന്നിട്ട് ചെറുങ്ങനൊന്ന് മൂടി വെച്ചിട്ട് വീണ്ടും കുറച്ച് നേരം കൂടെ തിളപ്പിക്കുക. അങ്ങനെ ഞങ്ങളുടെ എരുന്ത് മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.